ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ പോയിരുന്ന ചന്ദ്ര പറയുകയാണ്, ഏതായാലും നമുക്ക് മലേഷ്യയിലേക്ക് പോകണം ശ്രുതി. ഇത് കഴിഞ്ഞപ്പോഴും അയ്യോ ആൻറ്റി, മലേഷ്യയിലേക്ക് പോകാനായിട്ട് 3-4 മാസം പിടിക്കും. 3-4 മാസം പിടിക്കുമോ? അതിനപ്പുറവും പിടിക്കും. എന്താ ശ്രുതി, നീ എന്താ പറഞ്ഞത്? അതല്ല, അതിനപ്പുറവും പിടിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലാകും എന്ന് ഞാൻ പറഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എനിക്ക് പോയേ മതിയാവുള്ളൂ, എത്ര മാസങ്ങൾ പിടിച്ചാലും എനിക്ക് മലേഷ്യ പോകണം, ചിലപ്പോൾ അവിടെ കാണാൻ പറ്റിയാലോ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായാലോ എന്നൊക്കെ പറയണം. ആൻറ്റി അത് വേണ്ട ആൻറ്റി, മലേഷ്യയിലേക്ക് പോയാൽ ശരിയാവില്ല, ചിലപ്പോൾ ഇനിയിപ്പം നമ്മൾ അച്ഛനെ കാണാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടി അതിൽ പ്രതിയാണെന്ന് അവർ കരുതിയാലോ, എന്നിട്ട് നമ്മളെയും പിടിച്ച് ജയിലിലിട്ടാലോ എന്നൊക്കെ ചന്ദ്രയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക. പക്ഷേ പൊട്ടൻ ശ്രുതിയാണെങ്കിൽ അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകണ്ട, നമ്മളെയും പിടിച്ച് ജയിലിട്ട് കഴിഞ്ഞാൽ പണിയാകും അമ്മേ, നീ ഒന്നും മിണ്ടാതിരിടാ ശ്രുതി, അങ്ങനെയൊന്നും നമ്മളെ പിടിച്ച് ജയിലിടാൻ പോകുന്നില്ല, നമ്മൾ നിരപരാധിയാണ്, അത് അവർക്ക് അറിയുകയും ചെയ്യാം, അല്ലാതെ നിൻ്റെ അച്ഛൻ്റെ ഒപ്പം ഒന്നും പിടിച്ച് നമ്മളെ ജയിലിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും എനിക്ക് മലേഷ്യ പോയേ മതിയാവുള്ളൂ. ഇത് കിടഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇത് പെട്ടുമല്ലോ, ഇനിയിപ്പോൾ ഇത് വലിയ പ്രശ്നമാവുമല്ലോ എന്ന് ശ്രുതി ചിന്തിക്കണം. ആൻറ്റിക്ക് ഇപ്പോൾ പൈസയല്ലേ വേണ്ട, 5 ലക്ഷം രൂപ, അത് ഞാൻ ഒപ്പിച്ചു തരാം. ആണോ മോളെ, നീ എനിക്ക് തരുമോ 5 ലക്ഷം രൂപ? 5 ലക്ഷം രൂപ തരാന്നേ, ഞാനല്ലേ പറയുന്നത്. ആൻറ്റി സമാധാനത്തോടെ പോ. എങ്ങനെ നീ തരും? എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ഞാൻ തരാം, എന്താ അത് പോരെ എന്ന് ചോദിക്കുകയാണ്. എനിക്കെന്നാ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പറഞ്ഞു വിടുക. അപ്പം ചന്ദ്രയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ, നീ എന്തിനാടി ശ്രുതി പൈസ അമ്മയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞത്? ഞാനാണെങ്കിൽ അമ്മയ്ക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉള്ള പ്രോഫിറ്റ് കിട്ടിയത് അയാൾക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ അതെല്ലാം മുഴുവനും കടങ്ങൾ തീർക്കുകയും ചെയ്തു. ശ്രുതി എന്നിട്ട് എന്താ എന്നോടൊരു വാക്ക് പോലും പറയാതിരുന്നത്? ശ്രുതിയുടെ കയ്യിൽ പൈസ കാണുമെന്ന് എനിക്കറിയായിരുന്നു, ആൻറ്റിയോട് കള്ളം പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഇല്ല, ആ പാർട്ടിയുടെ സമയത്തില്ലേ അപ്പോൾ ഒരുപാട് പൈസ എല്ലാം ചിലവായില്ലേ, അതെല്ലാം ഞാൻ കടം വീട്ടി ശ്രുതി. കടം വീട്ടിയോ? എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. അത് പറയണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് പറയുകയും ചെയ്തില്ല. ഇനിയിപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കുക? അമ്മയ്ക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ പൈസ കൊടുക്കണ്ടേ? നീയല്ലേ പറഞ്ഞത്, നീ അമ്മയോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കൊടുക്ക്, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എൻ്റെ താലിമാല വെക്കും കൊണ്ട്. താലിമാല വിൽക്കാനോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ ആ താലിമാല വിൽക്കാൻ സമ്മതിക്കില്ല. എൻ്റെ പൊന്നു സുധി, ഒന്ന് തലവേദന ഒഴിയട്ടെ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ഈ താലിമാല വിറ്റെന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. പിന്നെ സുധിക്ക് പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് താലിമാല മേടിച്ചു തരാനായിട്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ഇപ്പം ആൻറ്റിക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ, അല്ലെങ്കിൽ ആൻറ്റി ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കും. മനസ്സിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അല്ല, എന്തിനാണ് നീ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട കേട്ടോ, നിങ്ങൾ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മീരയെ കാണുക. അപ്പം മീരയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ കൊച്ച കുഴിയിൽ അവൻ തന്നെ വീണു. കാരണം ആൻ്റണിക്ക് കൊടുക്കാൻ വേണ്ടി നീ ബാമാരിയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചു, ആൻ്റണിക്ക് കൊടുത്തു. ഇപ്പോൾ കുടുംബത്തിൽ വലിയ പ്രശ്നമായി. ഇപ്പോൾ 2 ലക്ഷത്തിന് പകരം 5 ലക്ഷം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി വന്നിരിക്കുന്നു. ഇപ്പോൾ നീ 5 ലക്ഷം കൊടുക്കേണ്ടി വരില്ലേ ശ്രുതി? നിനക്ക് എപ്പം നോക്കിയാലും പാരയാണല്ലോ. രേവതിയെയും സച്ചിയെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നല്ല നീ ആഗ്രഹിച്ചത്, എന്നിട്ടത് നടന്നോ? അവർ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് അവിടെ നിന്ന് കഴിയുന്നു. എൻ്റെ മീരെ, നീ എന്നെ എന്താ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിച്ചാണോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനുള്ള സത്യാവസ്ഥയല്ല പറഞ്ഞത്, നിനക്കാണല്ലോ ഇപ്പോൾ പാരകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. നീ അങ്ങനെ കൂടുതൽ പറയണ്ട, എങ്ങനെയെങ്കിലും 5 ലക്ഷം രൂപ ഒപ്പിക്കാനായിട്ട് നോക്കണം. ഞാൻ ഈ താലിമാല അങ്ങോട്ട് വിൽക്കാൻ പോവാണ്. അങ്ങനെ ശ്രുതി പറയണം, അയ്യോ താലിമാലയൊക്കെ വിൽക്കണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ വിൽക്കണം എന്തെങ്കിലും സംസാരിക്കാം, ഏതായാലും പണം കൊണ്ട് കൊടുത്തല്ലേ മതിയാവുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി താലിമാല വിറ്റിട്ട് അയ്യോ വേറൊരു ഗോൾഡ് കവറിങ് മാല മേടിച്ചുകൊണ്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശെൻ്റെടാ, ഇതേ ഒട്ടും ഗോൾഡ് കവറിങ് ആണെന്ന് തോന്നുന്നില്ല കേട്ടോ, അതേ ഡിസൈൻ, അതേ പൊലിമ, ഒരു മാറ്റമില്ല. ഏതായാലും പൈസ കുറച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അതുകൊണ്ട് ആൻറ്റിക്ക് കൊടുക്കണം. പക്ഷെ എന്നാലും കാര്യമില്ലല്ലോ എൻ്റെ ശ്രുതി. 2 ലക്ഷം രൂപ അതെവിടെ പോയെന്ന് ആൻറ്റി ആ ഒരു ചോദ്യത്തിന് വരില്ലേ? ആൻറ്റി ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈൻറ്റ് കൊടുക്കും. ആൻറ്റി കൊടുത്തില്ലെങ്കിൽ ബാമാൻറ്റിയെ കൊണ്ട് സച്ചിയും രേവതിയും കൊടുപ്പിക്കും കേസ്. അപ്പോൾ പിന്നെ അന്വേഷണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നേരെയായിരിക്കും വരാനായിട്ട് പോകുന്ന ശ്രുതി. ഇത് വല്ലാത്ത പ്രശ്നമാണല്ലോ, ഇതെന്താണെന്നേ?
ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തത്? എനിക്കെപ്പോഴും ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇതെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെല്ലാം നിന്റെ വിധി. നിനക്ക് ഇതെല്ലാം താങ്ങാനായിട്ടുള്ളൊരു ശക്തി ദൈവം തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അത്രയും മാത്രമേ ഇനി സാധിക്കുള്ളൂ. എന്തായാലും എനിക്കൊരു ഐഡിയ ഉണ്ട് മനസ്സിൽ. അവർ കേസ് കൊടുക്കില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ബാമാൻറ്റിയെ ഇന്ന് തന്നെ കാണാനായിട്ട് പോവാന്ന് പറയാം. ബാമാൻറ്റിയെ കാണാനോ? എന്തിനിപ്പോൾ നീ ബാമാൻറ്റിയെ കാണുന്നത്? അതൊക്കെയുണ്ട്. ഈ ശ്രുതിയുടെ മനസ്സിലാണോ ഐഡിയ ഇല്ലാത്തത്? അങ്ങനെ ശ്രുതി നേരെ ഭാമയെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ ഭാമയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് ശ്രുതിക്ക് കൊടുക്കുകയാണ്. മോളെ കുടിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താ മോളെ നിന്റെ സങ്കടം? ഓരോ ദിവസം കഴിയും തോറും ഭയങ്കര പ്രശ്നങ്ങളാണ് വീട്ടിൽ. ഒരു മനസമാധാനമില്ല. ആൻറ്റിക്ക് അന്ന് ഞാൻ ഹെഡ് മസാജൊക്കെ ചെയ്തു തന്നില്ലേ? അതേ മോളെ, അതിനുശേഷം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. നീ കുറച്ച് നേരേ ചെയ്തോളെങ്കിലും പക്ഷെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ എനിക്കാണ് ആൻറ്റി ആ മസാജ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അയ്യോ എന്തു പറ്റി? ഞാനിപ്പോൾ സ്ട്രെസ്സ് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ എന്നും പ്രശ്നങ്ങളാണ്. ഇപ്പം കണ്ടില്ലേ, ആ 2 ലക്ഷം രൂപ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അയ്യോ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ചന്ദ്രയുടെ കാര്യങ്ങൾക്കും പേടി തോന്നുക. ചന്ദ്ര ഇപ്പം എന്നോട് മിണ്ടുന്നു പോലുമില്ല. അവൾ അവിടെ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ മോളെ? പിന്നെ അല്ലാതെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നോ? വമ്പൻ പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയത്. അയ്യോ, എന്നാലും ഏത് ദ്രോഹിയാണ് ആ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പം ശ്രുതി ആകെ ഒന്ന് പതറേ. ആൻറ്റി, ഇപ്പം എന്തായാലും പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനേ ആ പൈസ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ താലിമാല ഞാൻ അങ്ങോട്ട് വിറ്റു ആൻറ്റി. നിന്റെ കഴുത്തിലല്ലേ താലിമാല കിടക്കുന്നത്? അയ്യോ ആൻറ്റി, ഇത് ഗോൾഡ് കവറിങ്ങാ. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിറ്റു. പൈസ എനിക്ക് കയ്യിൽ കിട്ടുകയും ചെയ്തു ആൻറ്റി. അയ്യോ, കഷ്ടമുണ്ട് മോളെ. എന്തിനാ അങ്ങനെ വിറ്റത്? നീ എന്തിനാ ആ പൈസ മോഷണം പോയതിന് നീ എന്തിനാ നിന്റെ കയ്യിലെ പൈസ എടുത്ത് കൊടുക്കുന്നത്? അത് പിന്നെ ആൻറ്റി വേറൊന്നുമല്ല, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാ. എൻ്റെ കുടുംബത്തിലെ ശാന്തിയും സമാധാനമൊക്കെയാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ആൻറ്റി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാനൊരു 2 ലക്ഷം രൂപ ആൻറ്റിയുടെ കയ്യിലേക്ക് തരാം. അത് ആൻറ്റി പറയണം. എൻ്റെ ആൻറ്റിയെ വിളിച്ചിട്ട് പറയണം, ചന്ദ്രേ എനിക്ക് പൈസ കിട്ടി. അയ്യോ, ഇത് കളവൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സാരിയെല്ലാം വലിച്ചു പറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് സാരിയുടെ ഏറ്റവും അടിയിലിരുന്നേച്ച് ഈ പൈസ. അത് ഞാൻ കാണാതെ പോയതാണ് ചന്ദ്രേ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി ബാമാൻറ്റി. മോളെ, അങ്ങനെയൊക്കെ പറയണോ? അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിയൊരുക്കൂലേ? ഒരു പ്രശ്നത്തിലേക്കും വഴി ഒരുക്കില്ല ആൻറ്റി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇത് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവേയില്ല, സമാധാനപരമായിട്ട് പോകും. ആൻറ്റി ഈ പൈസ ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ കൊടുക്കണം മോളെ. ഇത് പിടിക്കാൻറ്റി, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. പിന്നെ ആദ്യമായിട്ടുള്ള പിണക്കങ്ങളെല്ലാം ചന്ദ്ര ആൻറ്റി മറക്കുകയും ചെയ്യും. എന്താ അതുപോലെ മോളെ? നിന്നെ പോലൊരു നല്ല മനസ്സ്, നിന്നെ പോലൊരു നല്ല മരുമകളെ കിട്ടിയത് ചന്ദ്രയുടെ ഭാഗ്യമാണ്. കാരണം സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ നീ നോക്കുന്നത്. ഞാനാണെങ്കിൽ രേവതിയെ കള്ളിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര നടന്നത്. രേവതി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ മോളെ. അയ്യോ ആൻറ്റി, അത് എനിക്കും അറിയാം രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ഞാൻ അത് ആൻറ്റിയോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ. പക്ഷേ രേവതിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനി രേവതിയെ കുറ്റം പറയാൻ പാടില്ല ആൻറ്റി. അതുകൊണ്ടാണ് ഞാൻ ഈ പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ മതി ആൻറ്റി. ശരി മോളെ, നിൻ്റെ മനസ്സിനെ ദൈവം നിന്നെ ഒരുപാട് അനുഗ്രഹിക്കും മോളെ എന്നിങ്ങനെ ശ്രുതിയോട് പറയാം. അങ്ങനെ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെ മേത്ത് വെള്ളം വീഴുകയാണ്. രേവതി എന്താണ് ഈ കാണിക്കുന്നത് വെച്ചാൽ, അയ്യോ സോറി സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രയും അവിടെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എടാ നിനക്കിന്ന് ഓട്ടോ ഇല്ലെന്ന് ചോദിച്ചപ്പോഴേക്കും ഇന്ന് ഓട്ടോ ഒന്നും ഇല്ല. അപ്പോഴേക്കും ചന്ദ്ര, എൻ്റെ മോൻ സുധിയെ കണ്ടു പഠിക്കണം. അവന് കഠിനാധ്വാനി. അവൻ എന്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാവോ? അവൻ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. ആണോ? ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടെങ്കിലേ അച്ഛന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാനായിട്ട് പറ. അപ്പം ഇത് കേട്ട് വന്ന സുധിയാണെങ്കിൽ അതെന്താ അങ്ങനൊരു വർത്തമാനം? ഞാൻ അച്ഛന് കൊടുക്കാനുള്ള പൈസ മാസം 50,000 രൂപ വെച്ച് കൊടുക്കുന്നില്ലേ? എവിടെ, എങ്ങനെ, എവിടെ കൊടുക്കുന്നു? അയ്യടാ, നല്ല ഡയലോഗ് അടിക്കാൻ മാത്രം അറിയാലേ. നീ ഏത് പൈസയാണ് കൊടുത്തിട്ടുള്ളത്? അത് പിന്നെ കയ്യിലുള്ളതുപോലെ അങ്ങോട്ട് തരും. അതിനിപ്പോൾ ഇങ്ങനെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഭാമയുടെ കോള് വരുന്നത്. അപ്പോൾ ഭാമയുടെ കോൾ വന്നിട്ടുണ്ടെപ്പോഴേക്കും ഭാമയുടെ കോളാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുക. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഭാമേ? അങ്ങനെയാ? ഷേടാ,
എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. എന്താ അത് പിന്നെ അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പൈസ കൊടുക്കുകയാണ്. ഞങ്ങൾ സച്ചിക്ക് തരാനുള്ള പൈസയാണ്. ഞങ്ങളോ? അതെ, ആൻറ്റി തരാനുള്ള പൈസ. മോളെ ശ്രുതി, നീ പൈസയും കൊണ്ട് വന്നോ എന്ന് ചോദിക്കണം. അതെ, മുഴുവനും പൈസയില്ല, 3 ലക്ഷമേ ഉള്ളൂ. 3 ലക്ഷമോ? 3 ലക്ഷം ഇപ്പം തൽക്കാലം പിടിക്കേ, അതിനുശേഷം ബാക്കി തരാം. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, എല്ലാ പൈസയും ബാമയുടെ വീട്ടിലുണ്ട്, ബാമയുടെ പൈസ മോഷണം പോയിട്ടില്ല എന്ന്. മോഷണം പോയിട്ടില്ലാന്നോ? പിന്നെ അത് ബാമ അലമാരി തന്നെ ഇരിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അവളത് കണ്ടില്ല അത്രേ. സാരിയൊക്കെ മാറ്റി നോക്കിയപ്പോഴേക്കും അതിൻ്റെ ഏറ്റവും അടിയിൽ ആ പൈസ ഇരിക്കുന്നത് കണ്ടുവെന്നാണ് ബാമ പറഞ്ഞത്. സച്ചി, നിനക്ക് വേണമെങ്കിൽ ബാമയുടെ വീട്ടിൽ പോയി ആ പൈസ മേടിക്കാം. അപ്പോൾ എൻ്റെ കടം തീർന്നല്ലോ, സമാധാനമായി എനിക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ശരി, പൈസ ഞാൻ പോയി ബാമാൻ്റിയുടെ വീട്ടിൽ പോയി മേടിച്ചോളാം. പക്ഷേ ഈ പൈസ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിയാണ് നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. രേവതി കള്ളിയാണ്, രേവതിയാണ് ആ പൈസ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഡയലോഗുകളായിരുന്നു. അതുകൊണ്ട് രേവതിയോട് നിങ്ങൾ മാപ്പ് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ പൈസ കിട്ടിയല്ലോ, പിന്നെന്തിനാ ഞാൻ മാപ്പ് പറയുന്നത്? എൻ്റെ കടങ്ങളെല്ലാം തീർന്നു, അതുകൊണ്ട് ഇവളോട് മാപ്പ് പറയുന്ന കാര്യമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ രവിയാണെങ്കിൽ, ചന്ദ്രേ, നീ കാണിക്കുന്ന തോന്നിവാസം തന്നെയാണ്. നീ രേവതിയോട് പോയി മാപ്പ് പറ. എന്തെല്ലാം അപമാനങ്ങൾ ആ രേവതി സഹിക്കേണ്ടി വന്നു രവിയേട്ടാ. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ആരും ചിന്തിക്കില്ലല്ലോ. ഞാനല്ല എല്ലാവരുടെ മുന്നിൽ പ്രശ്നക്കാരി, ഞാൻ മാപ്പ് പറയില്ല. ചന്ദ്രേ, ഞാനൊരു കാര്യം പറയാം. മോളെ ശ്രുതി, ഞാൻ പറയുന്നത് കൊണ്ട് മോളൊന്നും വിചാരിക്കല്ലേ. ചന്ദ്രേ, നീ പറഞ്ഞല്ലോ രേവതി അവിടെ പോയത് കൊണ്ടാണ് ആ പൈസ കാണാതെ ആയത് അന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തി. പക്ഷേ എത്ര പ്രാവശ്യം നിനക്ക് ഭക്ഷണം തരാൻ വേണ്ടി ശ്രുതി ആ വീട്ടിൽ വന്നു. എന്നിട്ട് ശ്രുതിയാണ് ഈ പൈസ മോഷ്ടിച്ചെന്ന് നീ ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ ചന്ദ്രേ. അപ്പോൾ ചന്ദ്രയും ഞെട്ടുകയാണ്, ശ്രുതിയും ഞെട്ടുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.